മതഭിന്നിപ്പിലൂടെ എന്താണ് മോദി ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാത്തൊരു സാഹചര്യമായിരിക്കുകയാണ് ഇപ്പോൾ. ഒരു കലാപം അഴിച്ചുവിടുക തന്നെയാണ് മോദിയുടെ ലക്ഷ്യം. ആ കലാപത്തിൽ മുസ്ലിങ്ങളും മറ്റു മതക്കാരും വെന്തുമരിക്കണം. ഇത്രയ്ക്കും മതവിഭ്രാന്തിയുള്ള ഒരു മനുഷ്യൻ ഇനിയും ഇന്ത്യ ഭരിച്ചാൽ അത് ഇന്ത്യയുടെ നാശത്തിന് വേണ്ടി തന്നെയാണ്. മതഭിന്നിപ്പ് എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് മോദി തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യം ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യം മുജ്ര നൃത്തക്കാരാണെന്ന് മോദിജി ഇപ്പോൾ പറയുന്നത്. ദൈവം നല്ലത് ചെയ്യുന്നതിനായി ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞ മോദി ഹിന്ദുക്കളുടെ ദൈവമാണോ മറ്റു മതക്കാരുടെ ദൈവമാണോ എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ഹിന്ദു ദൈവം തന്നെയായിരിക്കും, എല്ലാവർക്കും അറിയാം. അപ്പോൾ മറ്റു മതക്കാർക്ക് നല്ലത് ചെയ്യരുതോ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ ആർക്കായാലും തോന്നിപ്പോകും. ഇപ്പോൾ കോൺഗ്രസിന് നേരെയാണ് മോദി ഈ ആയുധം പ്രവർത്തിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യം മുസ്ലിം വോട്ടർമാരുടെ അടിമകളായി തുടരുകയാണെന്നും അവരെ പ്രീതിപ്പെടുത്താൻ മുജ്ര നൃത്തമാടുകയാണെന്നും മോദി ആരോപിച്ചു. മുജ്ര നൃത്ത പരാമർശത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തി. മുഗൾ കാലഘട്ടത്തിൽ കൊട്ടാരദാസിമാരും മറ്റും അവതരിപ്പിച്ചു തുടങ്ങിയ വശീകരണ നൃത്തരൂപമാണ് മുജ്ര. പ്രിയങ്ക ഗാന്ധി ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു പ്രധാനമന്ത്രിയും ഉപയോഗിക്കാത്ത വാക്കുകളെടുത്താണ് മോദി പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കുന്നത്. പ്രധാനമന്ത്രി ആകെ പരിഭ്രാന്തനായിരിക്കുകയാണ്. താൻ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും പ്രതിനിധിയാണെന്ന കാര്യം അദ്ദേഹം മറക്കുന്നു. പദവിയുടെ അന്തസ്സ് നിലനിർത്തേണ്ടതാണ് മോദിയുടെ ആവശ്യമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. സ്വന്തം പാർട്ടിയുടെ അനുയായികൾക്ക് പോലും ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് മോദി പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടം കഴിയും തോറും പ്രധാനമന്ത്രിയുടെ ഭാഷ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് RJD നേതാവ് തേജസ്വി യാദവ് കുറ്റപ്പെടുത്തി. നാരി ശക്തിയിൽ നിന്ന് ഇപ്പോൾ മുജ്ര പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിലേക്ക് മോദി മാറിയിരിക്കുന്നു. തൻ്റെ ഉള്ളിൽ കിടക്കുന്ന മത ആശയങ്ങളിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മരുന്ന് പോലെ കുത്തിയിറക്കുകയാണ് മോദി ഇപ്പോൾ. ആ മരുന്നിന് അദ്ദേഹം നൽകുന്ന പേരാണ് മതഭിന്നിപ്പ്. പ്രധാനമന്ത്രിയുടെ മനോനില പരിശോധിക്കണമെന്നും അമിത്ഷായും JP നഡ്ഡയും അദ്ദേഹത്തെ ഉടൻ ചികിത്സയ്ക്ക് അയക്കണമെന്നും കോൺഗ്രസ് വക്താവ് ഭവൻ രേഖ പരിഹസിച്ചു. ഈ പരിഹാസങ്ങൾ എല്ലാം മോദിക്ക് കൂടുതൽ വിഡ്ഢിത്തം വിളിച്ചു പറയാൻ പ്രചോദനമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.